ഈഗോ എന്ന് പറഞ്ഞാൽ നമ്മളാണ് ഏറ്റവും ടോപ്പ്, മനുഷ്യന്മാർ ഏറ്റവും ടോപ്പ്. നമുക്ക് ആവശ്യമുള്ള എന്ത് സാധനം നമുക്ക് ഉപയോഗിക്കാൻ തോന്നുന്നു. അതോടൊപ്പം തന്നെ ജൈവ വൈവിധ്യം തന്നെ നിൽക്കണമെങ്കിൽ എന്ത് വേണം, എല്ലാം വേണം എന്നുള്ള ചിന്തയിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ വയനാട് ദുരന്തം ഉണ്ടായി, അത്രയും ആളുകൾ മരിച്ചു, നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല. അതെന്താ, ഒരു ദുരന്തമുണ്ടായി കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ വയനാട് ഒരു പുലിയോ കടുവയോ ഒരാളെ കൊന്നാൽ നമ്മൾ വനംവകുപ്പിനെ ബാക്കിയുള്ള കുറ്റപ്പെടുത്തും. ഇത് രണ്ടിന് കാരണം ഒന്നാണ്, അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. വയനാട് ദുരന്തം ഉണ്ടായി 100-300 ആളുകൾ മരിച്ചു, അത്രയും ആളുകൾ മരിച്ചിട്ട് നമുക്ക് കുറ്റപ്പെടുത്താൻ അവിടെ ആളില്ല എന്നതുകൊണ്ടാണ്. ഇത് രണ്ടിന് കാരണം എന്താണ്, ഒന്നാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ അധിനിവേശ സസ്യങ്ങളുടെ എണ്ണം എങ്ങനെയാണ്, ഏതാണ് ഏറ്റവും കൂടുതലായിട്ട് പുഴയിൽ കടന്നു വന്നിട്ടുള്ളത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ സവിശേഷം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടതുപോലെ അധിനിവേശ സസ്യങ്ങളെക്കുറിച്ച് റിസർച്ച് നടത്തി ദേശീയ പുരസ്കാരം നേടിയിട്ടുള്ള അലീം യൂസുഫ് എന്നായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം തന്നെ ഈ ഒരു എപ്പിസോഡിലും നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹത്തെ നമുക്ക് വളരെ ഹൃദ്യമായിട്ട് ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും സർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇങ്ങനെ സംസാരിച്ച് വന്നിരുന്നു അധിനിവേശ സസ്യങ്ങളും അതിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ. ഇങ്ങനെ എല്ലായിടത്തും ചില ആൾക്കാർക്ക് അതിനെക്കുറിച്ചൊരു ബോധമല്ല, ഇതെന്താണെന്ന് അറിയില്ല. അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അതിനെ നശിപ്പിക്കാൻ വേണ്ട മാർഗ്ഗങ്ങളൊന്നും നോക്കാറുമില്ല, അതങ്ങനെ അതിൻ്റെ വഴിക്ക് പോവുകയാണ്. സാർ ഈ വിഷയത്തിലാണ് റിസർച്ച് നടത്തി ഇതൊരു എനിക്ക് തോന്നുന്നത് നമ്മളൊരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗം കൂടിയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഇവിടെ സംസാരിക്കുന്നു. അങ്ങനെ തന്നെയാണ്. സാറിൻ്റെ റിസർച്ചുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ കോഴിക്കോടിലാണല്ലോ, അപ്പോൾ അവിടുത്തെ സീനിയർ സ്കോളറാണ്, റിസർച്ച് സ്കോളറാണല്ലോ. എന്താണ് ഈ റിസർച്ച്, ഇതിൽ എന്താണ് ഇതിൻ്റെ ഒരു സാധ്യത, അല്ലെങ്കിൽ റിസർച്ചുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാമെന്ന് തോന്നുന്നു? റിസർച്ച് ഇപ്പോൾ കോഴിക്കോട് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റ് സയൻസിലാണ് PhD ചെയ്യുന്നത്. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. ഇപ്പോൾ സീനിയർ റിസർച്ച് ഫെലോ ആണ്. 2 വർഷം കഴിഞ്ഞാണ് നമ്മൾ SRF ആവുന്നത്, സീനിയർ റിസർച്ച് ഫെലോ ആവുന്നത്. അപ്പോൾ ആ സ്ഥാപനം എന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സയൻസ് ടെക്നോളജി ശാസ്ത്ര സാങ്കേതിക വകുപ്പിൻ്റെ കീഴിലെ KCST, കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ്. 12 സ്ഥാപനം കേരളത്തിലുണ്ട്. ഇപ്പോൾ കോഴിക്കോടാണെങ്കിൽ CWRDO, പിന്നെ പീച്ചി നമ്മുടെ തൃശ്ശൂർ കേരള വനഗവേഷണ കേന്ദ്രം, അതുപോലെ തന്നെ ഏകദേശം 12 സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കീഴിലുള്ള ഒരു സ്ഥാപനമാണ് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റ് സയൻസ് എന്ന് പറയുന്ന കോഴിക്കോട് ടൗണിൽ നമ്മുടെ പാലായിക്ക് അടുത്തായിട്ട് 1 കിലോമീറ്റർ അപ്പുറത്തായിട്ട് അവിടെയാണ് ഞാൻ PhD ചെയ്യുന്നത്. എൻ്റെ ഗവേഷണം എന്ന് പറയുന്നത് ചാലിയാർ പുഴയിലുള്ള അധിനിവേശ സസ്യങ്ങളുടെ അതിനെക്കുറിച്ചാണ് എൻ്റെ PhD എന്ന് പറയുന്നത്. അത് ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷങ്ങൾ കഴിഞ്ഞില്ലേ? ചാലിയാർ പുഴയിലെ അധിനിവേശ സസ്യങ്ങൾ. അതെ. അപ്പോൾ ഈ പുഴ ഇതിൻ്റെ ഒരു സ്പ്രെഡിങ്ങിന് കാരണമാവുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ജീവിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നിലമ്പൂർ ചുറ്റുപാടും നമ്മുടെ നാടും എല്ലാം ഇത് ഈ നിലമ്പൂരിൻ്റെ പരിസ്ഥിതിയും അതുപോലെ തന്നെ ഈ പുഴയും എല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടാണ്. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ ബസ് ഉണ്ടാവും, വൈകുന്നേരം പോകുമ്പോൾ ബസ് ഉണ്ടാവില്ല. കാരണം പുഴയിൽ അവിടെ മഴ പെയ്തിട്ടില്ലെങ്കിലും ചാലിയാറിലെ പുഴ തിരിഞ്ഞൊഴുകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പോകുന്ന വഴികളിൽ മൊത്തം വെള്ളമായിരിക്കും. അപ്പോൾ ഈ പറയുന്ന പുഴയൊക്കെ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി ആ ഒരു ഏരിയത്തിന് വർക്ക് ചെയ്യാൻ നമ്മുടെ ഉദ്ദേശത്തിലാണ് ചെറിയൊരു ഏരിയയിലെ ടോപ്പിക് എടുത്തിട്ടുള്ളത്. അപ്പോൾ പുഴയിൽ നിങ്ങളിപ്പോൾ ഒരു റിസർച്ചിലൂടെ നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്തായിരിക്കും? ഇപ്പോൾ ഇത്രയും കാലത്തെ പഠനത്തിലൂടെ ഈ ചാലിയാറിൻ്റെ ഗതിവിഗതികൾ എന്താണ്? ചാലിയാറിൻ്റെ മൊത്തത്തിലെ ഗതിവിഗതികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിക്കുന്ന പരിസ്ഥിതി നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന പശ്ചിമഘട്ടത്തിലാണ്. പശ്ചിമഘട്ടം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ്റെ വടക്ക് ഭാഗത്ത് കാണുന്ന, പക്ഷേ നമ്മൾ ജീവിക്കുന്ന കേരളത്തിൽ നോക്കുമ്പോൾ നമ്മളൊരു തെക്ക് ഭാഗത്തായിട്ടൊക്കെ പലപ്പോഴും കാണാം. ഏകദേശം ഗുജറാത്ത് മുതൽ ഗുജറാത്തിലെ താപ്തി പുഴ മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ 1600 കിലോമീറ്ററോളം വിസ്തൃതിയിൽ നിൽക്കുന്നൊരു സ്ഥലമാണ് നമ്മുടെ ഈ ഒരു പറയുന്ന പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കേരളത്തിനെ കുറിച്ച് പൊതുവേ പറയുമ്പോൾ കേരളം നന്നാവാൻ, കേരളം വികസിക്കാനൊക്കെ കാരണം പല കാര്യങ്ങളാണ് എന്നൊക്കെ പറയാറുണ്ട്. ഗൾഫിൻ്റെ പൈസ കൊണ്ടാണ് ഇത്രയും സാമ്പത്തികമായി വികസിച്ചം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യം വെള്ളമുണ്ട് എന്നുള്ളതാണ്. നമ്മളൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ, അത് കമ്പനി ആവട്ടെ ഒരു സ്കൂളാവട്ടെ, വെള്ളമുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്കൊരു പ്രശ്നമല്ല. കാരണം എല്ലായിടത്തും വെള്ളം ഉണ്ടാവും. മാക്സിമം 1 കിലോമീറ്റർ അപ്പുറത്ത് പോയാലും വെള്ളം ഉണ്ടാവും. അത് പ്രശ്നമില്ലാത്ത കാരണം നമുക്ക് ഈ പശ്ചിമഘട്ടം ഉണ്ടായതുകൊണ്ടാണ്. ഇതിൽ തന്നെ പശ്ചിമഘട്ടം നമ്മൾ മൊത്തം എടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് ഉള്ളോട്ട് നിൽക്കുന്ന സ്ഥലമാണ്. അതിൽ പ്രധാനപ്പെട്ട കാരണം ഒന്ന് നമ്മുടെ പാലക്കാട് ഗ്യാപ്പ് എന്ന് പറയുന്ന ഗ്യാപ്പാണ്. ഏകദേശം ഈ പറയുന്ന 1500 കിലോമീറ്ററിൽ 40 കിലോമീറ്റർ ഒരു ഗ്യാപ്പ് ഉണ്ട്. പാലക്കാട് ഗ്യാപ്പ്. പാലക്കാട് നിന്ന് നമുക്ക് കോയമ്പത്തൂർ പോകണമെങ്കിൽ എന്ത് വേണ്ട, കുന്ന് കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല, നേരെ നമുക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു വ്യത്യാസമാണ് നമ്മുടെ ഈ പറയുന്നത് നമ്മുടെ മലപ്പുറം ജില്ല എടുത്ത് നോക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലേൻ്റെ ഇങ്ങനെ ആ മുകൾ ഭാഗം
ആ മുകൾ ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ പശ്ചിമഘട്ടം നോക്കുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പല്ല, കുറച്ച് ഉള്ളോട്ട് തള്ളി നിൽക്കുന്ന പോലെയാണ്. നമ്മളെന്താ പറയുക, ഒരു ഉള്ളോട്ട് തള്ളി നിൽക്കുന്ന പോലെയാണ് നിലമ്പൂർ ഏരിയകളൊക്കെ. നിലമ്പൂരിൻ്റെ 3 സൈഡ് നമ്മളെന്ത് പറയാൻ പറ്റും, കാടാണ്, മലയാണ്. അപ്പം ആ 3 സ്ഥലങ്ങളിലുള്ള വെള്ളം വരുന്ന സ്ഥലമാണ് എന്ത് ഈ പറയുന്ന ചാലിയാർ പുഴ എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ പശ്ചിമഘട്ടത്തിലെ പല നദികളിൽ വലിയൊരു നദി, പക്ഷെ അതിൽ ഒരിക്കലും ഡാം ഉണ്ടാക്കാൻ പറ്റൂല. അതാണ് ചാലിയാർ പുഴ. കാരണം എന്താ വെച്ചാൽ ഡാം ഉണ്ടാക്കാൻ പറ്റാത്ത അത്രത്തോളം പ്രകൃതി ലോല പ്രദേശത്തിലൂടെ ഒഴുകുന്ന പുഴയാണിത്. നമ്മൾ നോക്കണേ വയനാട്ടിലെ ഈ പറയുന്ന മുണ്ടക്കൈ ദുരന്തം ഉണ്ടായ അവിടുന്ന് മുതൽ നമ്മുടെ നാടുകാണി, തമിഴ്നാട് മൊത്തം, നമ്മുടെ പാലക്കാട് ജില്ലേൻ്റെ അതിർത്തിയുമായി ബന്ധപ്പെടുന്ന നമ്മുടെ സൈലന്റ് വാലി വരെയുള്ള സ്ഥലങ്ങളിൽ ഈ 5-6 നദികളിൽ നിന്ന് വരുന്ന ചെറുനദികളിൽ നിന്ന് പുഴത്തെ വെള്ളമാണ് ചാലിയാറിലേക്ക് എത്തുന്നത്. അപ്പോൾ ഒരു മഴ പെയ്താൽ നിലമ്പൂർ വെള്ളത്തിലാവും. അതിൻ്റെ കാരണം വെച്ചാൽ ഈ 3 സ്ഥലത്തു നിന്നുള്ള വെള്ളം നിലമ്പൂരിലേക്കാണ് വരുന്നത്. അപ്പോൾ അതാണ് ഒന്നാമത്. രണ്ടാമത് ചാലിയാർ പുഴേൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കേരളത്തിൽ സ്വർണം നിക്ഷേപമുള്ള ഏക സ്ഥലം നിലമ്പൂരാണ്. അതും നമ്മുടെ ചാലിയാർ പുഴേൻ്റെ തീരത്താണ്. അപ്പോൾ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, പ്രത്യേകിച്ച് ആദിവാസി ആളുകളൊക്കെ അത് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ പോലീസ് കുറച്ച് ആളുകൾ പിടിച്ചിരുന്നു. കാരണം അത് നിയമപ്രകാരം എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കത് ഇതൊരു മിനറലാണ് സ്വർണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എടുക്കാനുള്ള ഒരു ലീഗലി നിയമപ്രകാരം എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ നിക്ഷേപമുള്ള സ്ഥലമാണ് ഈ പറയുന്ന നിലമ്പൂർ എന്ന് പറയുന്നത്. അതിൻ്റെ തന്നെ ഒരു മരുതപ്പുഴ എന്ന് പറയുന്ന പുഴൻ്റെ മുമ്പത്തെ പേര് കലക്കൺ പുഴ എന്ന് പറയും. പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവിടെ അത് കുഴിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ വെള്ളം ഇപ്പം കലങ്ങിയിട്ടായിരിക്കും. അപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുണ്ട്. പിന്നെ രണ്ടാമത് ഈ അധിനിവേശ സസ്യങ്ങളുടെ എല്ലായിടത്തും കാണുന്ന പോലെ തന്നെ സ്പ്രെഡിങ് നമുക്ക് പുഴയിൽ കൃത്യമായിട്ട് കണ്ട് കാണാൻ പറ്റുമെന്നുള്ളതാണ്. ഈ പുഴ ശരിക്കും പുഴയിലത് കാണുമ്പോൾ പുഴയുടെ ഓരങ്ങൾ ശരിക്കും നല്ല ഫലഭൂയിഷ്ടമായ കൃഷികൾക്കും പറ്റിയിട്ടുള്ളതാണല്ലോ. അത് പണ്ട് മുതലേ എനിക്ക് തോന്നുന്നു അങ്ങനെ ചാലിയാറിൻ്റെ ഓരോ അങ്ങ് അറബിക്കടലിൽ എത്തുന്നവരെ അങ്ങനെ തന്നെയുള്ള ഏരിയകളുണ്ട്. പക്ഷെ ഇന്നത് നിങ്ങളുടെ റിസർച്ചിലെവിടെയും അത് ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണ്, അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും അതിൽ കണ്ടെത്തിയിട്ടുണ്ടോ? അതിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഒരു റോട്ടിലൂടെ നമ്മൾ പോകുമ്പോൾ മരം വീണാൽ നമ്മൾ പെട്ടെന്ന് എടുത്ത് ഒഴിവാക്കും. കാരണം എന്തുകൊണ്ടാണ്, ഈ റോഡ് എന്ന് പറയുന്ന ഒരു എന്താ മീഡിയാണ്, നമുക്ക് എത്തിപ്പെടുന്ന മീഡിയാണ്. പണ്ട് ഇതുപോലെ മീഡിയ ആയിരുന്നു എന്ത് പുഴ എന്ന് പറയുന്നത്. അപ്പം ഈ പുഴയിൽ എന്ത് സാധനം വന്നാലും ആളുകൾ മാറ്റും. ഇപ്പം അത് മാറ്റുന്നില്ല. അപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ മരം വന്നടിഞ്ഞാൽ പിന്നെ പുഴ ഗതി മാറും. ഇപ്പോൾ ഈ മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷം മുണ്ടേരി ഭാഗത്ത്, നിലമ്പൂരിലെ മുണ്ടേരി ഭാഗത്ത് പോകുമ്പോൾ വലിയ മരങ്ങൾ റോഡിൻ്റെ ഈ പുഴയുടെ നടുവിൽ വന്ന് നിൽക്കുന്നത് കണ്ടിട്ട്, വലിയ മരങ്ങൾ. അപ്പോൾ ഈ മരം പിന്നെ സംഭവിക്കുന്നത് വെച്ചാൽ ഈ മരത്തിൻ്റെ കൂടെ പിന്നെ എന്ത് ചെയ്യും, ബാക്കി ചെറുമരങ്ങൾ വന്ന് അത് സെൻട്രൽ നിൽക്കുമ്പോൾ പിന്നെ അതൊരു തുരുത്തായി മാറുന്ന സംഭവം കാണാൻ പറ്റുന്നുണ്ട്. 2-3 വർഷത്തിൽ തന്നെ നമ്മൾ, അതായത് 2-3 വർഷമാണെങ്കിൽ തന്നെയും ഒരു 10 വർഷത്തെ രീതിയിലുള്ള വെള്ളമാണ് ഇതിലൂടെ ഒഴുകി വരുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് തുരുത്താവുന്നു. അപ്പോൾ ഈ തുരുത്തായ സ്ഥലം അടുത്ത വർഷം എന്ത് ചെയ്യും, മരങ്ങൾ വരും. പിന്നെ ഇതൊരു ദ്വീപായി ചെറിയ ഇതായി മാറുന്ന അവസ്ഥ നമുക്ക് നിലമ്പൂർ കൃത്യമായിട്ട് കാണാൻ പറ്റും. നിലമ്പൂർ ഉള്ളേരികളിലുള്ള ഈ ചെറിയ കൈവരികൾ നമുക്ക് പോയാൽ കാണാൻ പറ്റും. അപ്പം അതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ട് കാലത്ത് ഇതിലൂടെ കടത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ ബേപ്പൂരിലേക്ക് അടക്കം ഉള്ള മരങ്ങളുടെ കൊണ്ടുപോകുന്ന സ്ഥലമായിരുന്നു. സുഖമായ ഒരു ജലഗതാഗതം നമ്മൾ മാനേജ് ചെയ്തിരുന്നു, കൃത്യമായി മാനേജ് ചെയ്തിരുന്നു. ആര് ഇതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ. ഇപ്പോൾ നമ്മളിപ്പോൾ റോട്ടിൽ മരം വീണാൽ അത് മാറ്റാൻ ഏതെങ്കിലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ വരേണ്ട ആവശ്യമില്ല, നമ്മൾ മാറ്റും. അപ്പോൾ ഇതിപ്പോൾ എന്താ വെച്ചാൽ അതിന് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഒരു നദിയൊക്കെ മാനേജ് ചെയ്യുന്ന സിസ്റ്റത്തിലേക്ക് മാറേണ്ടിയിരിക്കുന്നു. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ ഗതി മാറുന്നു. അപ്പോൾ ഗതി മാറുമ്പോൾ ചില ഒഴിഞ്ഞ സ്ഥലങ്ങൾ വെള്ളത്തിൻ്റെ ഗതി ചിലപ്പം ഒരു സൈഡിലേക്ക് മാറും. അപ്പം മറ്റേ സ്ഥലം എന്ന് പറയുമ്പോൾ എന്താണ്, ഓപ്പൺ ആണ്, നല്ല ഫലഭൂഷ്ടുള്ള മണ്ണുണ്ട്, വെയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലാ വിത്തുകളും ഉണ്ടാവും. പെട്ടെന്ന് ഏതിനാണ് പെട്ടെന്ന് മുളക്കാൻ പറ്റുക, ഈ നേരത്തെ പറഞ്ഞ അധിനിവേശ സസ്യങ്ങൾ അവർ പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നു. അതാണ് അതിൻ്റെ ഒരു മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ശരിക്കും ചാലിയാറിൻ്റെ ഓരോ ഇതിലും ഇപ്പം പിന്നെ ഈ അധിനിവേശ സസ്യങ്ങളുടെ എണ്ണം എങ്ങനെയാണ്, ഏതാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിൽ പുഴയിൽ കടന്നു വന്നിട്ടുള്ളത്? അധിനിവേശ സസ്യങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മൈക്കേനിയ എന്ന് പറഞ്ഞ ധൃതരാഷ്ട്ര പച്ച എന്ന് പറഞ്ഞ പച്ച കളറുള്ള പച്ച കളർ. അതിന് പ്രശ്നം എന്ന് വെച്ചാൽ ഒന്നും മതി താഴെ വേര്, ഒരു മരം മൊത്തം എന്ത് ചെയ്യും അത് സ്പ്രെഡ് ആവും എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല നമ്മൾ
ഉയർന്ന പ്രദേശങ്ങൾ നിലമ്പൂരിൽ തന്നെ ഉള്ള നമ്മൾ കരിമ്പുഴ വന്യജീവി സങ്കേതം ഉയർന്ന പ്രദേശമാണ്. അവിടെയൊക്കെ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ സിംഗപ്പൂർ ഡേയ്സി, അവിടെ എൻ്റെ ഒരു സുഹൃത്ത് PhD ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ അവിടെയൊക്കെ സിംഗപ്പൂർ ഡേയ്സി കാണാൻ പറ്റില്ല, പക്ഷേ ഈ ധൃതരാഷ്ട്ര പച്ച അവിടെയുണ്ട്. അത്രയും തണുപ്പുള്ള അത്രയും ഉയർന്ന പ്രദേശങ്ങൾക്ക് ആർക്ക് സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇവർക്ക് സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ശരി. ഏത് ക്ലൈമറ്റിന് അങ്ങനെയുള്ള ചെടികളാണല്ലേ ഏത് ക്ലൈമറ്റിനെയും പിടിച്ചു നിന്ന് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളൊരു കഴിവ് അവർക്ക് ഉണ്ടായതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, സ്പ്രെഡായി പോകുന്നത് എന്നുള്ളതാണ്. ഇത് ഈ അടുത്ത് നമ്മൾ പുതുതായിട്ട് വന്ന എന്തെങ്കിലും ഇപ്പോൾ നേരത്തെ സിംഗപ്പൂർ ഡേയ്സി അതാണ് ഏറ്റവും ആധുനികമായി വന്നത്, ലേറ്റസ്റ്റ് വന്നത്. സത്യം പറഞ്ഞാൽ ഈ വർഷം ഇപ്പം നമ്മുടെ ആപ്പിൽ അതില്ല. കാറ്റ്സ് ക്ലോ എന്ന് പറയുന്ന ഒരു മഞ്ഞ പൂവ് കുറച്ച് മുമ്പ് ഭയങ്കര റീല് വന്നിരുന്നു. എല്ലാ വീടിനും മുതൽ മഞ്ഞ പൂവ് അത് അധിനിവേശ സ്വഭാവം കാണിക്കുന്ന ഒരു ചെടിയാണ്. നമ്മുടെ ലിസ്റ്റിൽ അതില്ല, കാരണം ഈ വർഷമാണ് അത്രയും സ്പ്രെഡിങ് കാണിച്ചത്. അല്ല അത് ഒരു ഭയങ്കര വീട്ടിലൊരു അലങ്കാരമായിട്ട് ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ പറയുന്ന 96 എണ്ണത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബഹുഭൂരിപക്ഷം അലങ്കാര ചെടികളാണ്. നല്ല പൂവുള്ള നല്ല ഭംഗിയുള്ള പൂക്കളുള്ള ചെടികൾ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവർ പ്രജനനത്തിന് പല രീതികൾ എടുക്കുന്നുള്ളത്. ഈ കാസ്ട്രോൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ വിത്തിൻ്റെ താഴെ ഒരു നമ്മുടെ എന്താ പറയുക ഒരു ഇഞ്ചി പോലെയുള്ള വേര് കുറച്ചുകൂടി ഉണ്ടാവും, കട്ടിണ്ടാവും. അപ്പോൾ അതിന്ന് റൈസോം എന്ന് പറയും, അതിന്ന് പിന്നെ ഉണ്ടാകാൻ പറ്റും. നമ്മൾ നശിപ്പിച്ച് പോയാൽ അത് ഉണ്ടാകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ആലോചിച്ച് നോക്കി, നമ്മളൊരു വീട്ടിൽ ഒന്ന് നട്ടാൽ ഇത്രയും പടർന്ന് പന്തലിക്കുന്നുണ്ടെങ്കിൽ എങ്ങാനും ഇത് രക്ഷപ്പെട്ട് ഒരു കാട്ടിലെത്തിയാൽ കൺട്രോൾ ചെയ്യാനുള്ള കാട് മൊത്തം ആവും. കാണാൻ നല്ല ഭംഗി ഉണ്ടാവും, നോക്കുമ്പോൾ നല്ല മഞ്ഞ പൂവായിരിക്കും, പക്ഷെ കാടിന് ജൈവ വൈവിധ്യം ഇല്ലാതാവുക എന്നുള്ളതാണ്. അപ്പം അതാണ് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിക്കൊണ്ട് പറയാൻ പറ്റുന്നത്. അതൊന്നും നമ്മുടെ ലിസ്റ്റുകളിലില്ല. ഇപ്പം നമ്മളാണെങ്കിൽ തന്നെയും നമ്മൾ ഈ ആപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെ ലിസ്റ്റിൽ അതില്ല, ഉൾപ്പെടുത്തില്ല. ഇപ്പം നമ്മളത് ആപ്പിനെ കുറിച്ച് പറയുന്നിടത്ത് നമുക്ക് അത്ര കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ തോന്നുന്നുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ സസ്യങ്ങളെ കുറിച്ച് അധിനിവേശം പറഞ്ഞു, വലിയ മരങ്ങൾ പിന്നെ അധിനിവേശം ഏതാ ശരിക്കും കേരളത്തിൽ വലിയ ഇപ്പം കുറേ ചിലതൊക്കെ മുറിച്ച് വെച്ച് കളയുന്നുണ്ട്. കേരളത്തിൽ നമ്മളിപ്പം നേരത്തെ പറഞ്ഞ രാഷ്ട്രക്കൊന്നയാണ് അല്ലെങ്കിൽ മഞ്ഞക്കൊന്നയാണ് നമ്മൾ പൊതുവെ പറയാനുള്ളത്. പക്ഷേ അതിൻ്റെ മുമ്പത്തെ എല്ലാവർക്കും അറിയുന്നൊരു അക്കേഷ്യ അല്ലെങ്കിൽ മാഞ്ചിയം എന്ന് പറയുന്നത്. മാഞ്ചിയം ഒരു കാലത്ത് നമ്മൾ മരം നടാനും വേണ്ടി പ്രോത്സാഹിപ്പിച്ചതായിരുന്നു. എന്താ വെച്ചാൽ ചില സ്ഥലങ്ങളിൽ അന്നത്തെ നമ്മുടെ ഒരു നോളജ്, നമ്മുടെ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകരുടെയും ഗവൺമെൻറ്റിൻ്റെയും ശാസ്ത്രജ്ഞരുടെ നോളജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ചെടി വരുമ്പോൾ ഇത് അധിനിവേശ സ്വഭാവം കാണിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അന്ന് നമ്മൾ പല സ്ഥലങ്ങളിലും സാധാ മരങ്ങളില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്തു, ഈ അക്കേഷ്യ നട്ടു. പക്ഷെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് പോലെയുള്ള കുറച്ച് ചൂടുള്ള ഈ ചെങ്കൽ പീഠഭൂമികൾ, ചെങ്കൽ കല്ലുകൾ കാണുന്ന സ്ഥലങ്ങളിൽ നട്ടു. ഇത് പടർന്ന് പന്തലിച്ച് അവിടെ മൊത്തം ഈ ഒരു പറയുന്ന ചെടി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ചിലത് വെള്ളം അതിശക്തമായി വലിച്ചെടുക്കുന്ന അത് അധിനിവേശത്തിൽ പെടുന്നതുണ്ടോ? അത് ചില അധിനിവേശ സ്വഭാവം കാണിക്കുന്ന ചെടികൾക്ക് ഈ ഒരു സ്വഭാവമുണ്ട്. ഈ പറയുന്ന അക്കേഷ്യ, നമ്മുടെ മഹാഗണിയൊക്കെ ഉണ്ടല്ലോ, അത് അധിനിവേശ സ്വഭാവം ഇൻവേസീവ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതും ഈ പറയുന്ന വെള്ളം വലിച്ചെടുക്കുന്ന സ്വഭാവം കാണിക്കുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, പരമാവധി നമ്മുടെ റിസോഴ്സ് എന്താണ് അത് മൊത്തം അവരെടുത്ത് രക്ഷപ്പെടുക എന്നുള്ളതാണ്. പക്ഷെ അവിടെ ഒരു ജീവിയാണെങ്കിൽ അവിടെ ഒരു ഫൈറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇതൊരു സസ്യമായി നമുക്ക് നേരിട്ട് ഫൈറ്റ് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ സസ്യങ്ങൾ മുതൽ വൻ മരങ്ങൾ വരെ ജീവികൾ, പ്രാണികൾ, എല്ലാത്തിലും ഇതെല്ലാം ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ നാട്ടിൽ കേരളത്തിലില്ല, നമ്മൾ തമിഴ്നാട് പോവുകയാണെങ്കിൽ ട്രെയിനിനോ അല്ലെങ്കിൽ റൂട്ടിനോ പോയാൽ നമുക്ക് രണ്ട് സൈഡിലും കാണാൻ പറ്റും ഒരാളെ രണ്ടാളെ പൊക്കത്തിലുള്ള ചെറിയ ഇലയുള്ള ഒരു ചെടി. നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ എപ്പോഴും കാണാൻ പറ്റും, ജസ്റ്റ് പുറത്ത് നോക്കിയാൽ മതി. അത് പ്രൊസോപ്പിസ് ജൂലിഫ്ലവർ എന്നതിനെ പറയാം. കേരളത്തിൽ അത്ര കാണുന്നില്ല. ഇത് വലിയ ബുദ്ധിമുട്ട് അവിടുത്തെ കർഷകർ, കാരണം എവിടെ ഒഴിഞ്ഞ സ്ഥലമുണ്ടോ അവിടെ ഈ സാധനം വരും. ഇപ്പോൾ ഹൈദരാബാദ് ഈ അവാർഡിൻ്റെ സമയത്തിന് പോയ സമയത്ത് ഒരു പ്രദേശം കാണുന്ന വെച്ചാൽ ഒരു പ്ലോട്ടിൽ കൃഷി നടത്തുന്നില്ല അവർ, മറ്റൊരു മൊത്തം കൃഷി നടത്തുന്നുണ്ട്. ഈ പ്ലോട്ടിൽ ഈ ചെടി മാത്രമേ ഉള്ളൂ. അതായത് ഒരു വർഷം ഇവർ കൃഷി ചെയ്യാതിരുന്നപ്പോൾ തന്നെ ഇതെന്ത് ചെയ്തു, ഒരാളെ പൊക്കത്തിൽ വളർന്നു വലുതായി. ഇതിന് ചില പിന്നെ എന്തെങ്കിലും അങ്ങനെ കെമിക്കൽസ് കൊണ്ട് നശിപ്പിക്കാൻ പറ്റുന്ന കെമിക്കൽസ് നമുക്ക് ഇപ്പോൾ ഞാൻ ആപ്പിൻ്റെ കേസിലും ഇത് ഓരോന്നിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ചിലതിന് നമുക്ക് കെമിക്കൽ ഉപയോഗിക്കുന്നത് പ്രശ്നമുണ്ട്. അതായത് നമ്മൾ കൃഷിയിടമാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് കെമിക്കൽ ഉപയോഗിക്കാം, പക്ഷെ കാട്ടിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അവിടെ ചെറിയ ജീവികളുണ്ടാവും. നമുക്ക് ഒരിക്കലും മെഷീൻ ഉപയോഗിച്ചിട്ട് കാട് വെട്ടാൻ പറ്റില്ല, കാരണം ഈ പറയുന്ന സ്ഥലത്തെല്ലാം ചെറിയ എന്നുണ്ട് പിറ്റ് വൈപ്പർ എന്ന് പറയുന്ന നമ്മൾ മലബാർ ഈ കോസ്റ്റിൽ മാത്രം കാണുന്ന ചില തനത് എന്നുള്ള ജീവികളുണ്ടാവും. നമുക്ക് ഒരിക്കലും ഈ പറയുന്ന സാധനങ്ങളൊന്നും കാട്ടിലേക്ക് പറ്റില്ല. നാട്ടിൽ പിന്നെ എന്താ വെച്ചാൽ പല ആളുകളും കൃഷിയുടെ ഭാഗമായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്, എന്നാലും
ഞാൻ പറഞ്ഞല്ലോ ക്ലൈമറ്റ് ചേഞ്ച് അതിൻ്റെ എല്ലാം മെയിൻ കാരണമെന്ന് പറയുന്നത്. അപ്പം അതിനെ അഡ്രസ്സ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. അതായത് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് ജൈവ അധിനിവേശം എന്ന് പറയുന്നത്. അപ്പോൾ ജൈവ അധിനിവേശത്തിന് കാരണം എന്താവുന്നുണ്ട്, ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നുണ്ട്. രണ്ടാമത് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളെ അധികരിപ്പിക്കുന്നുണ്ട് ആര്, ജൈവ അധിനിവേശം. അതെ അതെ അതെ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ പ്രകൃതിയുമായിട്ട് നമ്മളിനി എന്ത് പിന്നെ ഒരു ബന്ധമില്ലാതെ നമ്മൾ പോവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരർത്ഥത്തിൽ മറ്റൊരർത്ഥത്തിൽ ഡയറക്റ്റോ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് കണക്ഷൻ ഉണ്ട്, നിഷേധിക്കാൻ കഴിയില്ല. അപ്പോൾ ശരിക്ക് ഇപ്പോൾ ഞാനാണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ സമൂഹത്തിൽ ഓരോരുത്തരാണെങ്കിലും ഇതൊരറിയുക എന്നുള്ളതും ഇത് ചുറ്റുപാടിനെ മനസ്സിലാക്കുക എന്നുള്ളതും അത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലായി. ഇതിൽ എന്താണ് നമുക്ക് ആളുകളിലേക്ക് എങ്ങനെ ഇത് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ എന്താണ് വഴി, ഈ ഒരു ബോധവൽക്കരണം എത്തിക്കാൻ എന്താണ് വഴി? നമുക്ക് മെയിനായിട്ട് ബോധവൽക്കരണം എത്തിക്കാൻ നമ്മളൊരു മനുഷ്യൻ്റെ ഒരു ഈഗോ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഞാനടക്കമുള്ള നമ്മളടക്കമുള്ള ആളുകൾ പൊതുവെ എക്കോളജി സയൻസുകളൊക്കെ പറയുന്നത് ഈഗോ ഒഴിവാക്കി ഈഗോ എന്ന് പറഞ്ഞാൽ നമ്മളാണ് ഏറ്റവും ടോപ്പ്, മനുഷ്യന്മാർ ഏറ്റവും ടോപ്പ്, നമുക്ക് ആവശ്യമുള്ള എന്ത് സാധനം നമുക്ക് ഉപയോഗിക്കാൻ. അതോടൊപ്പം തന്നെ ജൈവ വൈവിധ്യം തന്നെ നിൽക്കണമെങ്കിൽ എന്ത് വേണം, എല്ലാം വേണം എന്നുള്ള ചിന്തയിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ വയനാട് ദുരന്തം ഉണ്ടായി, അത്രയും ആളുകൾ മരിച്ചു, നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല. അതെന്താ, ഒരു ദുരന്തമുണ്ടായി കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ വയനാട് ഒരു പുലിയോ കടുവയോ ഒരാളെ കൊന്ന നമ്മൾ വനംവകുപ്പിനെ ബാക്കിയെല്ലാത്തിനും കുറ്റപ്പെടുത്തും. ഇത് രണ്ടിന് കാരണം ഒന്നാണ്, അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. വയനാട് ദുരന്തം ഉണ്ടായി 100-300 ആളുകൾ മരിച്ചു, അത്രയും ആളുകൾ മരിച്ചിട്ട് നമുക്ക് കുറ്റപ്പെടുത്താൻ അവിടെ ആളില്ല എന്നതുകൊണ്ടാണ്. ഇത് രണ്ടിന് കാരണം എന്താണ്, ഒന്നാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എന്താണ് കാരണമെന്ന് മനസ്സിലാക്കുക, നമ്മൾ കുറ്റപ്പെടുത്തിക്കാറില്ല. പിന്നെ ഇതിൽ പല ആൾക്കും പല എന്തുണ്ട്, അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. പല താല്പര്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ എഫക്റ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് എന്താണ് എന്നുള്ളതാണ്. കാടിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ആദിവാസികളുടെ സംബന്ധിച്ച് എന്താണ് അവരുടെ, അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഒരു അജണ്ടക്കനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ നിൽക്കുക. എന്ത് കടുവനെ കണ്ട അപ്പം വെടിച്ച് കൊല്ലണം എന്നുള്ളതല്ല. എല്ലാ കടുവയും എന്തായാലും പ്രശ്നക്കാരല്ല. ഇപ്പം പലപ്പോഴും കാണുന്ന ബന്ദിപ്പൂര് റോട്ടിൽ കടുവ കണ്ടു, ഈ കാടിനെ മുറിച്ചാണ് റോഡ് ഉണ്ടാക്കിയത്, അവിടെ കാണും. ഈ പറയുന്ന നമ്മൾ ആനനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ പല സമയത്ത് ഞാൻ നിലമ്പൂരിലൂടെ പോകുമ്പോൾ നമുക്ക് ആന റോഡ് സൈഡിൽ കാണാൻ പെടാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇവരുടെ ഈ ഒരു ചെവി നല്ല വലിപ്പം ഉണ്ടായിരിക്കും. നമ്മളെ പോലെ മാത്രമല്ല, അവർക്ക് ഈ സ്വെറ്റ് ഗ്ലാൻസ് ഉണ്ടാവില്ല, വിയർപ്പഗ്രന്ഥികൾ ഉണ്ടാവില്ല. അപ്പോൾ അവരെപ്പോഴും ഒരു തണൽ പ്രദേശത്ത് ഉണ്ടാവുള്ളൂ. ഇവരെപ്പോഴും ഫാന് പോലെ ഇത് ആട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് ആട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അവർ കൂളാണ്, നമുക്ക് അതിൻ്റെ കൂടെ പാസ് ചെയ്യാമെന്നുള്ളതാണ്. അവർ അലേർട്ടാണെങ്കിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ എല്ലാ സ്വഭാവം അല്ലെങ്കിൽ എല്ലാ ആനകളും എന്തെങ്കിലും പ്രശ്നക്കാരല്ല. നമ്മൾ നാട് കാണിയിലൊക്കെ നമ്മൾ പോകുമ്പോൾ കാണാറുണ്ട്, ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തില്ല, അത് കണ്ടിട്ടില്ല. മാത്രമല്ല വനവകുപ്പ് കൃത്യമായിക്കൊണ്ട് ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആനകൾക്ക് എന്ത് റേഡിയോ കോളർ ഇടുന്നുണ്ട്, കൃത്യമായിക്കൊണ്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് എവിടെ പോകുന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ വന്യമെന്ന് കാണുമ്പോഴേക്ക് അതോ എന്തോ ഒരു വലിയ ജീവി അതിന് ശത്രുവായിക്കൊണ്ട് ഭീകരനായി കാണേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ ആറ്റിറ്റ്യൂഡ് മാറ്റണം നടത്തും. അതെ, നമ്മളെ ആറ്റിറ്റ്യൂഡ് മൊത്തത്തിൽ മാറും. ഇപ്പോൾ കടുവയാണെങ്കിൽ തന്നെ ഏത് ജീവിയാണെങ്കിൽ 3 സമയങ്ങൾ ആക്രമിക്കുള്ളൂ. ഒന്ന് അവർക്ക് ഭക്ഷണത്തിന് വേണ്ടി ആക്രമിക്കുള്ളൂ, അത് മനുഷ്യന്മാരെ പോലെയല്ല. അവർ 2-3 കിലോമീറ്റർ അപ്പുറത്ത് ഇന്നലെ ഒരു മാനെ പിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും അതിനെ പോയി കഴിച്ചിട്ട് എന്ത് ചെയ്യുള്ളൂ, അത് കഴിഞ്ഞിട്ട് അടുത്തിനെ പിടിക്കുള്ളൂ. നമ്മളിലേറെ സയൻസ് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും പ്രകൃതിയെക്കുറിച്ച് നല്ല ബോധമുള്ള ആളുകളാണ് ആര് ഈ പറയുന്നത്. രണ്ടാമത് അവരെ സംബന്ധിച്ച് അവർക്ക് കുട്ടികളൊപ്പം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ആനൻ്റെ ഒപ്പം തന്നെ ആന കുട്ടി ഉണ്ടെങ്കിൽ അവർ കുറച്ചുകൂടി എന്തായിരിക്കും, അഗ്രസീവായിരിക്കും. അത് നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ. നമ്മളൊരു സമൂഹത്തിലൂടെ പോകുമ്പോൾ രാത്രി അങ്ങാടിയിലൂടെ പോകുമ്പോൾ നമ്മളെ കുട്ടികളെ നമ്മൾ സംരക്ഷിക്കുന്നുള്ളൂ. മൂന്നാമത് അവരെ സംബന്ധിച്ച് അവർക്ക് എന്തെങ്കിലും ത്രെട്ട് ഉണ്ടായാലും ഭീഷണി ഉണ്ടായാലും അവരെ ആക്രമിക്കും. അപ്പോൾ നമ്മൾ കാട്ടിലൂടെ പോകുമ്പോൾ നമ്മൾ അവരെ പോലെ ഒരാളെന്ന രീതിയിൽ പോയ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല. ഇപ്പോൾ PhDൻ്റെ ഭാഗമായിട്ട് കാടിൻ്റെ ഉള്ളിലൂടെ പോകുന്ന ആൾക്കാരൊക്കെ ഇതുവരെ ആരും ആക്രമിക്കപ്പെട്ടത് നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പല വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാരൊക്കെ PhD ചെയ്യുന്ന കാടിൻ്റെ ഉള്ളിലൂടെ പോയി കണ്ട് PhD ചെയ്യുന്ന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറൊക്കെ കടുവൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, അവരൊന്നും ആക്രമിച്ചിട്ടില്ല. ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണെന്നാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് നാളെ ജീവിച്ച് പോകണമെങ്കിൽ എന്ത് വേണം, ഈ പ്രകൃതി വേണം. അതിൻ്റെ അർത്ഥം നമ്മൾ പ്രകൃതി തീവ്രവാദികളാവണം എന്നല്ല പറഞ്ഞത്, പക്ഷേ ഒരു സുസ്ഥിരമായിട്ടുള്ള, നമുക്ക് മാത്രമല്ല നമ്മുടെ അടുത്ത തലമുറക്കും ജീവിക്കാനുള്ള സുസ്ഥിരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കൂടി നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. എല്ലാറ്റിൻ്റെയും ചിലപ്പോഴൊക്കെ നമ്മൾ വീട്ടിൽ എല്ലാ ചെടികളും എല്ലാം ചെത്തി കോരി നിരപ്പാക്കി ഇടുക എന്നുള്ളതാണ്, നീറ്റാവണമെങ്കിൽ അതാണെന്നുള്ളൊരു ധാരണയുണ്ട്.
അപ്പോൾ ഒരു ചെറിയ പുൽച്ചെടിക്ക് പോലും അല്ലെങ്കിൽ ചെറിയ പുൽനാമ്പ് പോലും നമുക്ക് സഹായകമാവുന്നെന്നുള്ളൊരു ധാരണ, അതിനെക്കുറിച്ചൊന്ന് ഒന്ന് പറയാം. അതെ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ ഒരു പ്രശ്നവും അധിനിവേശത്തിന് കാരണമാവുന്നുണ്ട്. കാരണം നിങ്ങൾ വീട്ടിൽ ഇപ്പോൾ മുറ്റത്ത് ഒരു സ്ഥലം വെറുതെ ഒഴിവാക്കിയിട്ടു, നമ്മൾ ചെടി മൊത്തം പറിച്ച് ഒഴിവാക്കി, പിന്നെ അവിടെ വരുന്ന ഫസ്റ്റ് ആളായിരിക്കും ഈ അധിനിവേശ സ്വഭാവം കാണിക്കുന്ന ഒരു ജീവിയായിരിക്കും, ഒരു ചെടിയായിരിക്കും. ശരി. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ നേരെ എതിരാണ് കാണിക്കുന്നത്. അത് പോകണമെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട, ഒന്ന് ക്ലീൻ ആക്കുക എന്ന് പറഞ്ഞാൽ പച്ചപ്പ് ഇല്ലാതാക്കുക എന്നുള്ളതല്ല. രണ്ടാമത് എല്ലാ പച്ചപ്പും നല്ലതുമല്ല. അപ്പോൾ നമ്മൾ ഈ ആപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന ക്യാമ്പയിനിങ് ഒക്കെ നോട്ട് ഓൾ തിങ്സ് ആർ ഗുഡ്, എല്ലാ പച്ചപ്പും നല്ലതല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് വെച്ചാൽ കൺസർവേഷൻ, പ്രകൃതി സംരക്ഷണം പറഞ്ഞാൽ മരം നടുക. അപ്പോൾ ഏത് മരം എന്നുള്ളതാണ് നമ്മൾ നോക്കണം. രണ്ട്, എല്ലാ പച്ചപ്പും നല്ലതല്ല. പച്ചപ്പ് എന്ന് പറഞ്ഞാൽ നല്ലത് എന്നുള്ള, ഇപ്പോൾ വയനാട് വന്യജീവി സങ്കേതത്തിൽ പോയ സമയത്ത് അവിടുത്തെ ഒരു വയനാട് വകുപ്പ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം പറഞ്ഞത് വിദേശികൾ വരുമ്പോൾ ചോദിക്കണം, നിങ്ങൾ വേനൽക്കാലത്ത് വരെ ഈ പറയുന്ന രാക്ഷസക്കൊന്നൊക്കെ ഇത്രയും പച്ചയോടുകൂടി ഇല ഇത്രയും ഗ്രീനൊക്കെ നിങ്ങൾ വെള്ളം നനയ്ക്കുന്നുണ്ടോ, ഈ കാട് മൊത്തം വെള്ളം നനയ്ക്കുന്നുണ്ടോ ചോദിച്ചു. അപ്പോൾ എന്താ വെച്ചാൽ എല്ലാ പച്ചപ്പും നല്ലതല്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെന്ത് ചെയ്യണം, പ്രകൃതിനോട് ഇണങ്ങി ജീവിക്കുക തന്നെ വേണം. പ്രകൃതിനോട് ഇണങ്ങുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സുസ്ഥിര കാഴ്ചപ്പാട് കൂടി നമ്മൾ നോക്കണം. ക്ലൈമറ്റ് ചേഞ്ച് ഇതിൽ വലിയൊരു ഭാഗമാണ്. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര ഒരു വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ ഒരു മാസം മുമ്പ് നല്ല ചൂടായിരുന്നു, 2 ദിവസം മുമ്പ് നല്ല മഴയായിരുന്നു, ഇന്ന് 2 ദിവസമായിട്ട് മഴയില്ല. അപ്പോൾ പിന്നെ ചൂട് വന്ന് തുടങ്ങുന്ന അവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ്. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ്, ഇവിടെ ഉള്ളതാണ്. അതിനെ ഗവൺമെൻറ് വിചാരിച്ചാൽ മാറ്റാൻ പറ്റുന്ന കാര്യമില്ല, എല്ലാവരും കൂടി മാറ്റണം. രണ്ടാമത്, ഇത് പ്രകൃതി എന്ന് പറയുമ്പോൾ വനം, നാട് എന്നോ കേരള തമിഴ്നാട് എന്നോ അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ എന്ന രീതിയിലല്ല, ഇതെല്ലാം മിക്സ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണെന്ന് കൂടെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനിയും ഇത് നമ്മുടെ വ്യക്തിനിഷ്ഠമായിട്ട് നമ്മൾ പഠിക്കേണ്ട കുറേ കാര്യങ്ങളും അറിയേണ്ട കാര്യങ്ങളുണ്ട്. അത് സവിശേഷം പ്രോഗ്രാം അതിനൊരു പ്രചോദനമായിരിക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഈ ഒരു പ്രോഗ്രാമിൽ ഇതുവരെ പങ്കെടുത്തതിന് സാറിന് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ ആപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. അതിലേക്ക് നമുക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.